വിശദമായി പോപ്പുലർ ഫ്രണ്ട് കേസിൽ NIA കുറ്റപത്രം സമർപ്പിച്ചു. 59 പേർക്കെതിരെയാണ് കുറ്റപത്രം. ജനാധിപത്യം അട്ടിമറിച്ച് ഇന്ത്യയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടു എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. PFIക്ക് ദാറുൽ ഖദ എന്ന പേരിൽ സ്വന്തം കോടതിയുണ്ടെന്നും കോടതി വിധികൾ നടപ്പാക്കിയിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. സുവി വിശ്വനാഥ ചേരുകയാണ് വിശദാംശങ്ങളുമായി. സുവി, ഈ നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ നിഗൂഢ പ്രവർത്തനങ്ങളുടെ വ്യാപ്തി അത് എത്രത്തോളം വ്യക്തമാകുന്നു ഒരു കുറ്റപത്രത്തിൽ? എൽദോ, രൂക്ഷമായ ഒരു കുറ്റപത്രം തന്നെയാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. കൊച്ചി പ്രത്യേക NIA കോടതിയിലാണ് കുറ്റപത്രം NIA സമർപ്പിച്ചിരിക്കുന്നത്. 59 പേർക്കെതിരെയാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. ജനാധിപത്യം അട്ടിമറിച്ച് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ PFI ലക്ഷ്യമിട്ടു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. 2047 ഇവിടെ ഇസ്ലാമിക് ഭരണം കൊണ്ടുവരാനുള്ള ഗൂഢാലോചന നടന്നു എന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. കേരളത്തിലെ ഇതര മതസ്ഥരായ വ്യക്തികളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, അവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി റിപ്പോർട്ടേഴ്സ് വിംഗ് എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്ന് NIA കുറ്റപത്രത്തിൽ പറയുന്നു. റിപ്പോർട്ടേഴ്സ് വിംഗ്, ഫിസിക്കൽ ആൻഡ് ആംസ് ട്രെയിനിംഗ് വിംഗ്, സർവീസ് വിംഗ് തുടങ്ങിയ വിഭാഗങ്ങൾ രൂപീകരിച്ചായിരുന്നു ഇവയുടെ പ്രവർത്തനം. പ്രധാനപ്പെട്ട മറ്റ് മതത്തിലുള്ള ആളുകൾ, പ്രധാന വ്യക്തികളുടെ നിരീക്ഷിക്കലായിരുന്നു ഇവരുടെ ജോലി. അതിനുശേഷം ഇവർ ഈ നിരീക്ഷിച്ച വിവരങ്ങൾ നേതൃത്വത്തെ അറിയിക്കും എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. തുടർന്നാണ് ഇവരുടെ തന്നെ ഒരു കോടതിയിൽ ഇത് കുറ്റവിചാരണ നടത്തി ഇവരെ കൊല്ലാൻ വേണ്ടി വിധിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 120B, 151A, 120B, RW, 302 എന്നീ വകുപ്പുകളും UAPA വകുപ്പുകളുമാണ് ചുമത്തിയിരിക്കുന്നത്. നേതൃത്വത്തിന്റെ തീരുമാനങ്ങളെ അടിസ്ഥാനമാക്കി മുൻകൂട്ടി തെരഞ്ഞെടുത്ത വ്യക്തികളെ ഇല്ലാതാക്കാൻ PFI ആയുധ പരിശീലന വിംഗ് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. PFIക്കെതിരായ ഏത് ആക്രമണത്തിനും തിരിച്ചടി നൽകാനും പ്രതികാരം ചെയ്യാനും കേഡറിനെ സജ്ജമാക്കാൻ ഭാരവാഹികൾ ഗൂഢാലോചന നടത്തിയിരുന്നു. ഇതര മതത്തിലുള്ളവർ എന്തെങ്കിലും പ്രകോപനപരമായ കാര്യങ്ങൾ ചെയ്താൽ അവരെ 24 മണിക്കൂറിനകം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു കേഡർ സംവിധാനമാണ് PFIക്ക് ഉണ്ടായിരുന്നത്. പാലക്കാട് ശ്രീനിവാസൻ കേസ് പ്രതികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നിരോധിത സംഘടനയായ ISISനെ PFI നേതാക്കൾ പിന്തുണച്ചിട്ടുണ്ട്. 30,000 പേജോളം വരുന്നതാണ് കുറ്റപത്രം. PFIക്ക് സ്വന്തമായി ഒരു കോടതി ഉണ്ടായിരുന്നു. ദാറുൽ ഖദ എന്ന പേരിലാണ് ഈ കോടതി ഉണ്ടായിരുന്നത്. ഇവിടെയാണ് കുറ്റവിചാരണ നടത്തിയിരുന്നത്. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർ ഈ കേഡറുകൾ നിരീക്ഷിച്ച് എത്തുന്ന വിവരങ്ങൾ ഇവർ ഈ ദാറുൽ ഖദ എന്ന് പറയുന്ന കോടതിയിൽ വെച്ച് വിശകലനം ചെയ്യുകയും കുറ്റവിചാരണ നടത്തുകയുമാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇന്ന വ്യക്തികളെ കൊല്ലണം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നാണ് പറയുന്നത്. ഈ കോടതി വിധികൾ PFI പ്രവർത്തകർ നടപ്പാക്കി എന്നുമാണ് NIA ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. ഏതായാലും 30,000 പേജോളം വരുന്ന കുറ്റപത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2047 ഇസ്ലാമിക ഭരണം കൊണ്ടുവരുന്നത്, ജനാധിപത്യം അട്ടിമറിച്ച് ഇസ്ലാമിക ഭരണം കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് PFI നടത്തിയിരുന്നത് എന്നാണ് കുറ്റപത്രത്തിൽ പ്രധാനമായും പറയുന്നത്. എൽദോ, സുവി, സ്വന്തമായ കോടതി, സ്വന്തമായ വിചാരണ, അവിടെ ശിക്ഷ വിധിക്കൽ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എത്രമാത്രം ഭീകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആ സംഘടനയിൽ നടന്നിട്ടുള്ളത് എന്നാണ് കുറ്റപത്രം സൂചിപ്പിക്കുന്നത്. തീർച്ചയായും എൽദോ, അതായത് സ്വന്തമായ ഒരു കോടതി രൂപീകരിക്കുക, അതിനുശേഷം അവിടെ കുറ്റവിചാരണ നടത്തുക, ഇതര മതത്തിൽപ്പെട്ടവരെ നിരീക്ഷിക്കുക, അതിനുശേഷം ഇവർ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് കണ്ടെത്തുക, അതെല്ലാം കണ്ടെത്തി ക്രോഡീകരിച്ച് നേതൃത്വത്തെ അറിയിക്കുക, അതിനുശേഷം കോടതിയിൽ ഒരു കുറ്റവിചാരണ നടക്കുക, അതിനുശേഷം കുറ്റം വിധിക്കുക, ഈ ആളുകളെ കൊല്ലുക, ഈ ഒരു പ്രോസസ്സാണ് നടന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, തീവ്ര ആശയങ്ങളുമായി മുന്നോട്ട് പോവുക എന്നീ കാര്യങ്ങളായിരുന്നു PFI നടത്തിയിരുന്നത്. 59 പേർക്കെതിരെയാണ് PFI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ അറസ്റ്റിലായ നിരവധി ആളുകളുണ്ട്. PFI നിരോധനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുണ്ട്. ശ്രീനിവാസൻ കേസിൽ അറസ്റ്റിലായ ആളുകൾ എല്ലാം തന്നെ പ്രതികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കുറ്റപത്രം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പാലക്കാട് ശ്രീനിവാസൻ വധക്കേസ് ഇതേ തരത്തിൽ തന്നെ നടപ്പാക്കിയ ഒന്നായിരുന്നു. ഈ ശ്രീനിവാസൻ ആദ്യം തന്നെ ഇവരുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. ഒപ്പം 24 മണിക്കൂർ, അതായത് ഒരാളെ ഒരു കൊലപാതകം നടന്നതിന് 24 മണിക്കൂർ കഴിഞ്ഞ ഉടനെയാണ് ഈ ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത്. അത് ഒരു
മറ്റു മതത്തിലുള്ളവർക്ക് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാനും ഒരു പേടി ഉളവാക്കുന്നതിനും വേണ്ടിയാണ് 24 മണിക്കൂറിനകം തന്നെ ഇത്തരത്തിൽ ഒരു ശിക്ഷ നടപ്പാക്കൽ നടത്തിയിരുന്നത് എന്നാണ് NIA കുറ്റപത്രത്തിൽ പറയുന്നത്. ഏതായാലും വലിയ തോതിൽ PFIയുടെ പ്രവർത്തനങ്ങൾ നടന്നു. ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് 59 പേരെ അറസ്റ്റ് ചെയ്തത്. അവർക്കെതിരെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. റിപ്പോർട്ടേഴ്സ് വിംഗ് ഫിസിക്കൽ ആൻഡ് ആംസ് ട്രെയിനിങ് ആയുധ പരിശീലനം നടത്തിയിരുന്നു. നേതൃത്വത്തിന്റെ തീരുമാനങ്ങളെ അടിസ്ഥാനമാക്കി മുൻകൂട്ടി തെരഞ്ഞെടുത്ത വ്യക്തികളെ ഇല്ലാതാക്കാനാണ് PFIയുടെ ആയുധ പരിശീലന വിംഗ് ഉപയോഗിച്ചിരുന്നത് എന്നുമാണ് പറയുന്നത്. PFIക്കെതിരെ ഏത് ആക്രമണത്തിനും തിരിച്ചടി നൽകാനും പ്രതികാരം ചെയ്യാനും ഒരു കേഡർ വിഭാഗത്തെ തന്നെ ഒരുക്കി നിർത്തിയിരുന്നു എന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. ഈ ഭാരവാഹികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ വിവരങ്ങൾ ലഭിച്ചത് എന്നും NIA പറയുന്നുണ്ട്. ഏതായാലും ഈ സെപ്റ്റംബർ മാസത്തിൽ എടുത്ത കേസിനെ തുടർന്ന് ഇപ്പോൾ 6 മാസം ആകുന്നതിന് മുമ്പ് തന്നെ PFI കേസിൽ NIA കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. എൽദോ. ഓക്കെ, സുവി തുടരുക. NIA മുൻ SP TK രാജ്മോഹൻ ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ രാജ്മോഹൻ, ഇതര മതസ്ഥരായ വ്യക്തികളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുകയാണ് കുറ്റപത്രത്തിൽ. അപ്പോൾ ഏത് വ്യക്തികളെ, അല്ലെങ്കിൽ ആ കോടതി നടപ്പാക്കുന്ന വിചാരണ എന്താണ്? ആരാണ് കോടതിയിൽ വിധി വിധിക്കുക? ഈ ദാറുൽ ഖദ എന്നവരുടെ കോടതിയിൽ. ഹലോ, ശ്രീ രാജ്മോഹൻ കേൾക്കാമോ? ഓക്കെ, പോപ്പുലർ ഫ്രണ്ടിന് സ്വന്തമായ ഒരു കോടതിയുണ്ട് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. അവിടെ നടപ്പാക്കുന്നത് എന്തു വിചാരണയാണ്, എന്തു ശിക്ഷാ നടപ്പാക്കലാണ് അവർ നടത്തുന്നത്? അല്ല, അതാണ് ഇപ്പം NIA അന്വേഷിച്ചിട്ട് ഒരു കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ്. ആ കുറ്റപത്രത്തിൽ ഒരു അലിഗേഷനാണ് ഈ PFI പോലെയുള്ള ഈ സംഘടന അവരുടേതായ ഒരു കുറ്റവും ശിക്ഷയും സംവിധാനം, അതായത് ഒരു ശിക്ഷ നടപ്പാക്കുന്ന സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ്, ഒരു പാരലൽ കോർട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും എതിരാണ്. അപ്പൊ ഒരു പാരലൽ സംവിധാനം, ഒരു പാരലൽ കോടതി കൂടി ശിക്ഷ നടപ്പാക്കുക എന്ന് പറയുന്നത് അത് ഒരു മതത്തിന്റെ പരിവേഷം നടത്തുന്നതാണ്, നിയമവിരുദ്ധമായ കാര്യമാണ്. അതാണ് ചാർജ് ഷീറ്റ് ചെയ്തിരിക്കുന്നത്. ശ്രീ രാജ്മോഹൻ, ഈ NIAയുടെ വാദം അത് എത്രത്തോളം കരുത്തുറ്റതാക്കുന്നുണ്ട് ഈ കുറ്റപത്രം, അതിലെ വിവരങ്ങൾ? തീർച്ചയായിട്ടും. കാരണം അങ്ങനത്തെ ഒരു അലിഗേഷൻ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണ ഏജൻസി അതുമായി ബന്ധപ്പെട്ട പല തെളിവുകളും ശേഖരിച്ചിട്ടുണ്ടാകും. ആ തെളിവുകളിൽ അവർ തമ്മിലുള്ള പല ആക്ടിവിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ പല പ്രതികളായിട്ടും അല്ലെങ്കിൽ വേറെ ചില ആളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ട്രാൻസ്ക്രിപ്റ്റ് കാണും, വേറെ പല ഡോക്യുമെന്റ്സ് കാണും, അങ്ങനെ പലതും കാണും. അതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ചേർത്തിട്ടാണ് കുറ്റപത്രം കൊടുക്കുന്നത്. അപ്പം തെളിവുകൾ തീർച്ചയായിട്ടും, തെളിവുകളില്ലാതെ അങ്ങനെ അലിഗേഷൻ പറയില്ലല്ലോ. അപ്പോൾ അലിഗേഷന് കണക്കായിട്ട് പല തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടാകും. അത് ട്രയൽ സ്റ്റേജിൽ മാത്രമേ നമുക്കെല്ലാം പുറത്തറിയാൻ പറ്റുള്ളൂ ഏത് തരപ്പ് എവിഡൻസ് ആണ് ഈ കോടതിയിൽ അന്വേഷണത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തിൽ വളരെ വൾണറബിൾ ആയ, വളരെ ഡേഞ്ചറസ് ആയ പല ഇൻഫർമേഷൻസും പല എവിഡൻസുകളും കുറ്റപത്രത്തിന്റെ കൂടെ കൊടുത്തിട്ടുണ്ടാകും. അതാണ് ഇങ്ങനെയുള്ള ഒരു ചാർജ് ഷീറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിലൊരു കാര്യം ശ്രീ രാജ്മോഹൻ, ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരാൻ പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചു എന്ന് കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ കുറ്റപത്രം എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്നുള്ള ചോദ്യവുമുണ്ട്. അല്ല, വിശ്വാസയോഗ്യമാണല്ലോ. കാരണം നമുക്ക് എവിഡൻസ് ഇപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത് ഇത് ആദ്യമായി കണ്ടുപിടിച്ചത്, ഇങ്ങനെ അലിഗേഷൻ വന്നതും ഇങ്ങനെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഇവിടെ രൂപപ്പെടുത്താൻ ഇവർ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായത് ബീഹാറിൽ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രൈം മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട് ഒരു വിസിറ്റിനോടനുബന്ധിച്ചിട്ട് അവിടെ നടത്തിയ ചില റൈഡുകളിലാണ്. അതായത് വിസിറ്റിന് പ്രിലൂഡായിട്ട്, വിസിറ്റിന് ഇപ്പൊ മുന്നേ ആയിട്ട് ചില വിവരങ്ങൾ ശേഖരിച്ച് അതിന് നമ്മൾ വർക്കൗട്ട് ചെയ്തപ്പോഴാണ് ഇത് ആദ്യമായി മനസ്സിലായത് ബീഹാറിൽ ഒരു സ്ഥലത്തൊരു കേസ് വെച്ചിട്ടാണ്. അവിടുന്ന് കിട്ടിയ എവിഡൻസും അതുമായി ബന്ധപ്പെട്ട് ഈ ഏജൻസി പാൻ ഇന്ത്യ ആയിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വർക്കൗട്ട് ചെയ്തപ്പോഴാണ് ഇപ്പൊ രാജസ്ഥാനിലും ഈ നമ്മുടെ കേരളത്തിലും നമ്മുടെ കർണാടക, തമിഴ്നാട്, ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഇതിന്റെ പേരുകൾ മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു പാൻ ഇന്ത്യ ഇൻവെസ്റ്റിഗേഷനിൽ കൂടിയാണ് എവിഡൻസ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ആ എവിഡൻസുകൾ തീർച്ചയായിട്ടും കോടതിയിൽ കൊടുക്കും. ആ കോടതിയിൽ കൊടുത്ത എവിഡൻസുകൾ വളരെ ക്രെഡിബിളും പ്രോസിക്യൂട്ടബിളും ആയതുകൊണ്ടാണ് ഇപ്പൊ ചാർജ് ഷീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പല തെളിവുകളും ബീഹാറിൽ നിന്നും രാജസ്ഥാനിനൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ചില വിവരങ്ങൾ കൊണ്ട് മനസ്സിലാകുന്നത്. അപ്പൊ ഇതൊക്കെ കൂടി കോർത്തിണക്കിയിട്ടാണ് ഇപ്പോൾ ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ അവരുടെ റിമാൻഡ് പീരീഡ് കഴിയുന്ന മുന്നത്തിനും ചാർജ് ഷീറ്റ് കൊടുക്കുന്ന നിർബന്ധമാണ്. അല്ലെങ്കിൽ വേറെ ചില ഫർദറായിട്ട് റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴും അതൊരു പ്രശ്നമാവുന്നതുകൊണ്ടാണ് ചാർജ് ഷീറ്റ് കഴിയുന്ന ലിമിറ്റഡ് പീരീഡിനുള്ളിൽ തന്നെ കൊടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്.
ഓക്കെ രാജ്മോഹൻ, അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടിയുള്ളത്, ഈ നിരോധിത സംഘടനയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപനത്തിന് എത്രത്തോളം കരുത്ത് പകരുന്നുണ്ട് ഈ കുറ്റപത്രം? തീർച്ചയായിട്ടും. കാരണം ഈ കുറ്റപത്രത്തിൽ കൂടിയാണ് ഇപ്പൊ അതിന്റെ ട്രിബ്യൂണലിന്റെ മുന്നിലാണ് ആ കേസ് നടക്കുന്നത്. അപ്പൊ ട്രിബ്യൂണലിന്റെ മുന്നിൽ പ്രോസിക്യൂഷൻ, അതായത് ഹോം മിനിസ്റ്ററിന് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് തീർച്ചയായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ശേഖരിച്ചതും കൂടി ഹാജരാക്കും. അപ്പൊ ട്രിബ്യൂണലിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ ട്രിബ്യൂണൽ തീർച്ചയായിട്ടും ഈ ഫർദർ ആയിട്ട് ബാൻ ചെയ്ത കാര്യം ഫർദർ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത, അതിലേക്കാണ് ഇതിൽ തെളിവുകളൊക്കെ എടുക്കുക. തീർച്ചയായിട്ടും അത് വളരെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് വളരെ വളരെ ശക്തി പകരുന്ന അവരുടെ ആ ഈ എന്താണോ ഈ നമ്മുടെ MHA പറയാൻ ശ്രമിക്കുന്നത് ട്രിബ്യൂണലിന് മുന്നിൽ അതിന് ശക്തി പകരുന്നതാണ് ഇപ്പോഴുള്ള ചാർജ് ഷീറ്റ്. തീർച്ചയായിട്ടും. വളരെ നന്ദി ശ്രീ ടി കെ രാജ്മോഹൻ പ്രതികരിച്ചതിന്. തിരുവനന്തപുരത്ത് ഡാൻ കുര്യൻ കൂടി ചേരുന്നു. ഡാൻ, വളരെ വിശദമായിട്ടുള്ള കുറ്റപത്രം, 3000 പേജ്, അതിൽ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വാദങ്ങളും, ഞെട്ടിപ്പിക്കുന്ന കാര്യം സ്വന്തമായിട്ടൊരു കോടതിയുണ്ട്, ആ കോടതിയിൽ വിധി നടപ്പാക്കുന്നു, ആ നടപ്പാക്കുന്ന വിധി അത് എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്നാലും ഈ NIAയുടെ കുറ്റപത്രം വളരെ ശക്തമായി ഈ കേസിൽ അവരുടെ വാദത്തിന് കരുത്തു പകരുന്ന ഒന്നാണ്. നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ഈ കേസിൽ എത്രത്തോളം ഗുണകരമാകും ഈ കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ? എന്തോ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് ആദ്യം ഇത് വായിച്ചു നോക്കിയാൽ നമുക്ക് വിശ്വസിക്കാനാവില്ല, അസാധാരണം എന്ന് തോന്നും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് തെളിവുകൾ നിരത്തിക്കൊണ്ട് ഈ ചാർജ് ഷീറ്റിനൊപ്പം ദേശീയ അന്വേഷണ ഏജൻസി കൊച്ചിയിലെ NIA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു കേസിലേക്ക് വരുന്ന ഒരു പശ്ചാത്തലം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ 318/2022 രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട്, അതായത് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി തുടക്കമിട്ട അന്വേഷണമാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളിലേക്ക്, അതായത് ഇന്ത്യയെ, പ്രത്യേകിച്ച് കേരളത്തെ ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലേക്ക് വരുന്ന 2 ദശാബ്ദത്തിനിപ്പുറം എത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയായിരുന്നു ഇത്തരത്തിലൊരു പ്രവർത്തനവുമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുന്നോട്ട് പോയിരുന്നത് എന്ന കൃത്യമായ കണ്ടെത്തലുകൾ ആ ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി വിവിധ നേതാക്കളുടെ വീടുകളിൽ നടത്തിയ റെയ്ഡിൽ അവർ പിടിച്ചെടുത്ത തെളിവുകളിൽ ISISന്റെ ആഗോള ഭീകര സംഘടനയായ ISISന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള, അല്ലെങ്കിൽ അവരുടെ കൊലപാതക രീതികൾ വിശദീകരിക്കുന്ന വീഡിയോകളും ലഘുലേഖകളും അടക്കം കണ്ടെത്തിയിരുന്നു. ഇത് ആശയ പ്രചാരണത്തിന് പോപ്പുലർ ഫ്രണ്ട് എത്രത്തോളം പ്രാധാന്യം നൽകിയിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവാണ് എന്ന കൃത്യമായ പരാമർശമാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഈ ചാർജ് ഷീറ്റിൽ വ്യക്തമായി എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് നേരത്തെ സുവി ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ച പോലെ ഈ ലക്ഷ്യം വെക്കുന്ന ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളെ വകവരുത്തുന്നതിന് വേണ്ടി നേതാക്കളുടെ ഒരു ഫോൺ കോളിനിപ്പുറം 24 മണിക്കൂറിനകം ആ വ്യക്തികളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആയുധ പരിശീലനം കേരളത്തിൽ ഉൾപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കും നൽകിയിരുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം സംഘടിതമായിട്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് എന്ന് അടിവരയിടുന്ന ഒരു കുറ്റപത്രമാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കൃത്യമായ തെളിവുകളോടെയാണ് തങ്ങൾ ഈ ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്നത് എന്ന കാര്യം ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രത്തിൽ പലയിടത്തായി വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതായത് ഇത്തരത്തിൽ ഒരു വ്യാപകമായ ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്ന പേരിൽ രാജ്യവ്യാപകമായ ഒരു പരിശോധന നടന്നിരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ സാമ്പത്തിക സ്രോതസ് അടക്കം പിടിച്ചു കെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഒരു സമാന്തര ഭരണകൂടത്തിന് വിട്ടുകൊടുക്കുന്നതിന് മൗനാനുവാദം നൽകുന്ന സാഹചര്യം പോലെ ആകുമായിരുന്നു കേരളത്തിലെ ഉൾപ്പെടെയുള്ള സ്ഥിതി എന്ന് വ്യക്തമായി ഈ കുറ്റപത്രത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ആ കൃത്യമായ തെളിവുകളോടെ തന്നെയാണ് ഇത്തരത്തിലൊരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കോടതി ഇതിന്മേൽ എന്ത് നിരീക്ഷണം നടത്തുന്നത് എന്നതാണ് ഇനി ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഞെട്ടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ ഒതുങ്ങിയിടാൻ അത്രമാത്രം ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളാണ് NIAയുടെ ഈ കുറ്റപത്രത്തിലുള്ളത്. ഇനി ഈ കേസിൽ ഇനി മുന്നോട്ടുള്ള വഴിയിൽ എത്രത്തോളം നിർണായകമാകും ഈ വാദങ്ങൾ? അതായത് ഈ വാദങ്ങൾക്കപ്പുറം ഈ ദേശീയ നേതാക്കളടക്കം, പോപ്പുലർ ഫ്രണ്ട് ദേശീയ നേതാക്കളടക്കം ഇപ്പോൾ രാജ്യത്തെ വിവിധ ജയിലുകളിലായി തടവിൽ കഴിയുകയാണ്. അപ്പോൾ അവർക്ക് ജാമ്യം അനുവദിച്ചാൽ അവർ മറ്റ് സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമമുണ്ടാകും. ഒപ്പം തന്നെ ഇവർക്ക് സമൂഹത്തിലെ ഉന്നത വ്യക്തിത്വങ്ങളുമായിട്ട് ബന്ധമുണ്ടാകും. അതുകൊണ്ട് ഇവർക്ക് ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്നൊരു നിലപാടിൽ ആദ്യഘട്ടം മുതൽ തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയും മറ്റ് അന്വേഷണ ഏജൻസികളുമെല്ലാം ഉറച്ചു നിൽക്കുകയായിരുന്നു. ഈ അന്വേഷണ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ അടക്കം ഒരു 2ാം നിര നേതാക്കൾ സംഘടിതമായി തന്നെ
സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോഴും ആക്റ്റീവായി പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു കണ്ടെത്തൽ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് വീണ്ടും കേരളത്തിലടക്കം 54 കേന്ദ്രങ്ങളിൽ വ്യാപകമായ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് അന്വേഷണ ഏജൻസികൾ സംയുക്തമായി തന്നെ നീങ്ങുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ അപ്പോൾ അന്വേഷണ ഏജൻസികൾ നേരിട്ട ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ അവർക്ക് ഈ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുക്കുന്നു എന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തൽ NIA ഭാഗത്തു നിന്നുണ്ടായി. അതേ തുടർന്ന് പിന്നീട് അങ്ങോട്ടുള്ള ഓരോ നീക്കങ്ങളും മാധ്യമങ്ങൾക്ക് പോലും, അതായത് വളരെ വിശ്വസനീയമായി നമുക്ക് വിവരങ്ങൾ നൽകിയിരുന്ന നമ്മുടെ സോഴ്സുകൾ പോലും ഒരു പെരിഫറലായ ഇൻഫർമേഷൻസ് മാത്രമാണ് പിന്നീട് നടക്കുന്ന അന്വേഷണങ്ങളെ പറ്റി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, വേരറുത്തുകൊണ്ട് മാത്രമേ ഈ ദേശീയ അന്വേഷണ ഏജൻസി പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട അന്വേഷണം അവസാനിപ്പിക്കുകയുള്ളൂ. ഒരു തരത്തിലുള്ള സമാന്തര പ്രവർത്തനങ്ങളും അവരുമായി ബന്ധപ്പെട്ട് ഇനി കേരളത്തിലോ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലോ നടത്താൻ അനുവദിക്കുകയില്ല എന്ന കൃത്യമായ ഒരു നിരീക്ഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഗുരുതരമായ പരാമർശങ്ങളോടെ ഒരു കുറ്റപത്രം കൊച്ചിയിലെ NIA കോടതിയിൽ സമർപ്പിച്ചതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. വളരെ കൃത്യമായിട്ടും വേറൊരുത്തുള്ള ഒരു നീക്കം തന്നെയാണ് NIA നടത്തുന്നത്. ഡാൻ കുര്യനും സുവി വിശ്വനാഥനുമാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.